മുംബൈ കിസി ബാപ് കാ നഹീ ഹൈ, മുംബൈ പോലീസ് കാ ഹൈ. മുംബൈ പോലീസ് എന്നൊരു സിനിമ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കുള്ള മുംബൈ പോലീസാണ് ഇത് വരുന്നത്. ഇനി മുംബൈ പോലീസിൻ്റെ കഥ തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം കൂടെ നമ്മൾ ആ ഒരു കാസ്റ്റൊക്കെ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അവർ സിനിമയുടെ അഭിനയിച്ചിരിക്കുന്ന കാസ്റ്റൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് മലയാളത്തിൻ്റെ ഒറിജിനൽ, ഇനി അഥവാ റീമേക്ക് ആണെങ്കിൽ തന്നെ ഒറിജിനൽ വേർഷത്തിൻ്റെ ഒരു കഥ പോലെ വരുമോ എന്നുള്ളൊരു അനാലിസിസ് ഒക്കെ നടത്തിയായിരുന്നു. സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നു, ഫസ്റ്റ് സീൻ വരുന്നു, കേസ് ക്ലോസ്ഡ്, സംഭവം ഡയലോഗ് വരുന്നു, അപ്പം തന്നെ മനസ്സിലായി സംഭവം റീമേക്കാണ്. ഇനി അറിയാനുണ്ടായിരുന്നത് ഈ ഒറിജിനൽ കഥ പോലെ തന്നെ ആയിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് കഥയിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് കോൺഷ്യസ്നെസ് അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മലയാളത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു തീം. കാരണം ഇപ്പം തന്നെ ഏകദേശം എത്ര വർഷമുണ്ട്, 12-13 വർഷമായില്ലേ മറ്റേ സിനിമ വന്നിട്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു തീം ഇന്നിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു, കാരണം ആൾക്കാരിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്, നമ്മുടെ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഇന്നെടുത്തു കഴിഞ്ഞാൽ അതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു തീം ആവില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം ഒരു കഥയിൽ മാറ്റം വരുത്തിയത്. പക്ഷേ ഒരു മാറ്റം വരുത്തി വരുമ്പോൾ ഒരു അന്യായ ഒരു ട്വിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത്രത്തോളം ഒരു ട്വിസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഇതായിരുന്നു എനിക്ക് മെയിനായിട്ട് നെഗറ്റീവായിട്ട് സിനിമയിൽ തോന്നിയത്. പിന്നെ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷാഹിദ് കപൂർ ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ വിരളി പിടിച്ചിരിക്കുന്ന ഒരു പയ്യനായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടുണ്ട് പുള്ളീനെ സിനിമയിലുടനീളം. പക്ഷേ അത് എത്രത്തോളം വർക്കായി എന്നുള്ളത്, കാരണം പുള്ളീനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലുക്കും കാര്യങ്ങളും ഇതെല്ലാം വരുന്നുണ്ട്. അപ്പം സംഭവം അതെല്ലാം ഓക്കെയാണ്. ഒരു പാട്ടുണ്ട്, പിന്നെ കുറച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശരിക്കും സിനിമയുടെ ഒരു പഞ്ച് ഡയലോഗാണ് ഷാഹിദ് കപൂർ പറയുന്നത്, മുംബൈ കിസി ബാപ് കാ നഹീ ഹൈ, മുംബൈ പോലീസ് കാ ഹൈ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വച്ചിട്ടൊരു എന്താ പറയുക, ഒരു കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇനി അഥവാ റീമേക്ക് ആണെങ്കിൽ തന്നെ, ഇപ്പം റീമേക്ക് സിനിമകളെല്ലാം മോശമായി എടുക്കും എന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഇപ്പം ദൃശ്യം 2 എന്ന സിനിമ ഹിന്ദിയിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ, മികച്ച രീതിയിൽ തന്നെ അവർ കഥയിൽ മാറ്റം വരുത്തിയിട്ടും കൂടെ കുറേ സീനുകൾ, അനാവശ്യമായ സീനുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു മലയാള സിനിമയുടെ ഒരു മുംബൈ പോലീസ് കണ്ട ഒരു ഫീല് വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ പലപ്പോഴൊക്കെ പൃഥ്വിരാജിനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ട്രോളുന്നതാണ്. പക്ഷേ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഈ സിനിമ കാണുമ്പോഴാണ് എനിക്ക് റിയലൈസ് ആവുന്നത്. കാരണം മുംബൈ പോലീസിൽ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. പുള്ളിക്ക് ആക്സിഡൻറ്റിന് ശേഷം പുള്ളിയുടെ ഒരു ഇത് നമുക്ക് നമുക്ക് ഒരിക്കലും ഒരു കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പിന്നെ അറിയാലോ, ഹിന്ദി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം വരുത്തിയതാവും. പിന്നെ ഒരു എക്സ്റ്റെൻഡഡ് ടൈലൻ്റൊക്കെ ഉണ്ട് സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വലിയ ഒരു എഫക്റ്റൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല സിനിമയിൽ നിന്ന്. അങ്ങനെ ആകെ മൊത്തം ഒരു എന്താ പറയുക, മീൻസ് വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാളിച്ചി എന്ന് പറയാൻ പറ്റില്ല, സംഭവം ഇത് ഡീസൻ്റ് ഒരു സിനിമയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഓൾറെഡി ആ സിനിമ കണ്ടതുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് മുംബൈ പോലീസ്